നമ്മുടെ തലമുടി കറുത്ത് തഴച്ച് ഇടതൂർന്ന് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓയിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. താരനും അതുപോലെയുള്ള തലമുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള ഒരു എണ്ണയാണ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിന് നമ്മൾക്ക് ആദ്യം വേണ്ടത് താന്നിക്ക, കടുക്ക, നെല്ലിക്ക. അതിന് കൽക്കൻ എന്നാട്ടോ പറയാം. ഏത് ആയുർവേദ മരുന്നുകൾ എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിലും ഈ സാധനം ചേർക്കണം കേട്ടോ. പച്ചമരുന്നുകൾ ഏത് ചേർക്കുകയാണെങ്കിലും ഈ സാധനം ആദ്യം ചേർക്കണം. ഇത് നല്ല പൊടിച്ചിട്ട് അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് പച്ചമരുന്നുകൾ എടുക്കുക. കഞ്ഞുണ്ണി അഥവാ കയ്യോന്നി എന്ന് പറഞ്ഞ സാധനം കേട്ടോ. പിന്നെ ചെറിയ ഉള്ളിയാണ് എടുക്കേണ്ടത്. ചെറിയ ഉള്ളി എടുത്തതിൻ്റെ ശേഷം നമുക്ക് പിന്നെ ചെമ്പരത്തിയുടെ ഇലയും പൂവും കൂടെ, ഈ പൂവ് എടുക്കുമ്പോൾ 5 ദളങ്ങളുള്ള പൂ എടുക്കണം എന്നാണ് ആയുർവേദക്കാർ പറയുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ മൈലാഞ്ചിയുടെ ഇല ഒരു കൈപ്പിടിയാണ് ചേർത്ത് കൊടുക്കുക. ഒരു കൈപ്പിടി നമ്മളെ ആര്യവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ നല്ല ഫ്രഷ് കറിവേപ്പില ഒരു പിടി ചേർത്ത് കൊടുക്കുക. 2 ലിറ്റർ എണ്ണ കാച്ചാനുള്ള ആട്ടത്. 70 ഗ്രാം ഉലുവ വെള്ളത്തിൽ കുതിർത്തി വെച്ചത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് അലോവേര ജെല്ലാണ്, കറ്റാർവാഴയുടെ ജെല്ല് മാത്രം. അത് ഈ അരക്കണയിൽ ചേർക്കുക, പക്ഷേ അരിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റായിട്ട് അരിച്ചിട്ടോ ഇങ്ങനെയോ ചേർക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. 2 ലിറ്റർ ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ, അതായത് ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത വെളിച്ചെണ്ണ വേണ്ട. മില്ലിൽ നിന്ന് ആട്ടി ഉടനെ അങ്ങോട്ട് വാങ്ങണ വെളിച്ചെണ്ണ ആയിരിക്കണം. അതിലേ അത് എഫക്റ്റ് ആവുള്ളൂ, അതാണ് നല്ലതാവുള്ളൂ. എന്നിട്ട് നമ്മൾ ആ താന്നിക്ക, കടുക്ക, നെല്ലിക്ക, അതായത് കൽക്കെന്ന പറയാം, അത് നല്ല പൊടിച്ചത് ഈ എണ്ണയ്ക്കാണ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കേണ്ടത് നീലാമരിയുടെ പൊടിയാട്ടാ. 2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 100 ഗ്രാം നീലാമരി പൊടിയാണ് ചേർക്കേണ്ടത്. നീലാമരി പച്ച കിട്ടാണ്ടെങ്കിൽ അത് അരച്ച് ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം അരച്ച പച്ചമരുന്നുകളെല്ലാം കൂടി 2 ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ 8 ലിറ്റർ വെള്ളം ചേർക്കണം കേട്ടോ. 8 ലിറ്റർ വെള്ളത്തിൽ ആ അരച്ചതെല്ലാം കൂടെ കലക്കിയിട്ട് അരിച്ചെടുത്തിട്ട് ഈ എണ്ണയെക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് അലോവേര ജെല്ല്, നമ്മളെ കറ്റാർവാഴയുടെ ജെല്ലും കൂടാണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടുപ്പ് കത്തിക്കുക. അതായത് 3.5-4 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് കത്തേണ്ടി വരും കേട്ടോ. ഇതിങ്ങനെ പിന്നെ അതിലത്തെ വെള്ളങ്ങളൊക്കെ വറ്റിപ്പോയിട്ട് എണ്ണ മാത്രമാണ്. 2 ലിറ്റർ എണ്ണ കാച്ചാൽ 1.25 ലിറ്റർ എണ്ണ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഫൈനൽ പ്രോഡക്റ്റായിട്ട്. ഇതിങ്ങനെ വറ്റി വന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഇത് പാകമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതിക്കൊരു കറിവേപ്പില എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അപ്പം തന്നെ ഇങ്ങോട്ട് അത് പൊട്ടിപ്പൊരിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അത് പാകം വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ അടിയത്തെ കൽക്കൻ ഇങ്ങനെ റബ്ബർ പോലെ ആയിട്ടുണ്ട്. ആ പാകം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കറിവേപ്പില, ഒരു ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് ഇങ്ങോട്ട് പൊരിഞ്ഞ് പോകും. അപ്പോൾ ഈ എണ്ണ നമുക്ക് കയ്യിലെടുത്തിട്ട് അരിച്ചെടുത്തതിൻ്റെ ശേഷം ഒരല്പം കയ്യിലെടുത്തിട്ട് നന്നായിട്ട് തലയിൽ മസാജ് ചെയ്യുക. ഓട്ടുരുളിയിൽ ഇത് കാച്ചുകയാണെങ്കിൽ പച്ച കളർ എണ്ണ കിട്ടും കേട്ടോ. ഓട്ടുരുളിയിലാണ് കാച്ചുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഇളം പച്ച കളറായിട്ടാണ് ഈ എണ്ണ കിട്ടുക. നമ്മൾ അലുമിനിയം പാത്രത്തിൽ കാച്ചിയ കാരനാണ്. എന്നിട്ട് തലയിൽ മസാജ് ചെയ്യുക. ഈ ഓയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉണ്ടാക്കാനൊക്കെ പ്രയാസമാണെന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിച്ചാൽ മതി. 500 മില്ലി ആണെങ്കിൽ നമ്മൾ അയച്ചു തരും. 500 മില്ലി ആയിട്ട് അതിൻ്റെ എക്സ്പെൻസും കൊറിയർ ചാർജും എല്ലാം കൂടെ അയച്ചു തന്നാൽ മതി. അപ്പോൾ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്.